വേടൻ്റെ കേസിലേക്ക് വന്നാൽ അറസ്റ്റ് തടഞ്ഞിട്ടുണ്ട്. കോടതി അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുന്നുണ്ട്. ഈ പ്രണയ സമയത്ത് ഉഭയകക്ഷി സമ്മതപ്രകാരമുള്ള ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ട ശേഷം പിന്നീട് പിണങ്ങുമ്പോൾ അത് പീഡനത്തിൻ്റെ പരിധിയിൽ അല്ലെങ്കിൽ ബലാത്സംഗം ചെയ്തു എന്ന രീതിയിൽ പറയുന്നതിനോട് വിയോജിപ്പ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഇപ്പോൾ ഒരുപാട് കേസുകൾ അത്തരത്തിൽ വരുന്നുണ്ട്. അപ്പോൾ അതിനെ എങ്ങനെ നോക്കിക്കാണാം നിയമപരമായി? അതായത് കോടതി നേരത്തെയും ബെച്ചു കുര്യൻ തോമസ് സാറിൻ്റെ വിജയബാബുവിൻ്റെ കേസിൽ ഈ ഒരു വിഷയം കോടതി ചർച്ച ചെയ്തതാണ്. അതായത് ഒരാൾ അത് വളരെ ശരിയുമാണ്. കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ സമ്മതത്തോടു കൂടി നമ്മൾ രണ്ടു കൂട്ടരും ഒരു സെക്സിൽ ഏർപ്പെട്ടതിന് ശേഷം, അതായത് അതിൽ വേറൊരു കാര്യമുണ്ട്, കല്യാണം കഴിക്കാം എന്നുള്ള വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് പുതിയ നിയമപ്രകാരമാണെങ്കിലും പഴയ നിയമപ്രകാരമാണെങ്കിലും അത് കുറ്റകരമാണ്. അത് ബലാത്സംഗ കേസിൽ നിൽക്കുന്നതാണ്. ചോദിക്കുകയാണ്, അതായത് ഇപ്പം പ്രായപൂർത്തിയാകാത്തവരെ വിട്ടേക്കൂ, 18 വയസ്സിന് മുകളിലുള്ള 20-22 വയസ്സുള്ള 16 അല്ലേ? ഏതാണ് 16 അല്ലേ വിവാഹപ്രായം? 18 വയസ്സ് അല്ല, ഇത്തരത്തിലുള്ള കേസ് വരുന്നത് പോക്സോ വരുന്നത് 18-ൽ താഴെയാണ്. അപ്പം ഞാൻ സൂചിപ്പിച്ചത് ഇത്രയേ ഉള്ളൂ. ഇപ്പം 18 വയസ്സിന് മുകളിലുള്ള അല്ലെങ്കിൽ 20 വയസ്സുള്ള 22 വയസ്സുള്ള കുട്ടികളാണെങ്കിൽ സ്വാഭാവികം അവർക്ക് കാര്യങ്ങളെക്കുറിച്ച് ധാരണയുള്ളവരാണ്. അപ്പോൾ ഈ വിവാഹ വാഗ്ദാനം നൽകുമ്പോൾ വിവാഹത്തിന് മുമ്പ് ഇത്തരത്തിലൊരു ഇത് വേണ്ട, അതായത് ഒരു സെക്ഷൽ റിലേഷൻ വേണ്ട എന്ന് തീരുമാനിച്ചുകൂടെ? വിവാഹശേഷം മതി. അല്ല, അത് തന്നെയായിരുന്നല്ലോ നമ്മള് ചില കാലങ്ങളിൽ ഇപ്പൊ ഒരു 80കളിലോ അതിക്ക് മുന്നോ പ്രണയമൊക്കെ ഉണ്ടായിട്ടുണ്ടല്ലേ. പക്ഷെ ആ പ്രണയം ഇപ്പൊ നിരാശകാമുകന്മാരുടെ സിനിമകൾ വന്ന ഒരു കാലഘട്ടമാണ്. നമ്മുടെ വേണുനാഗവള്ളിയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അതിൽ ഈ സെക്സ് എന്നൊക്കെ പറഞ്ഞ അത്യപൂർവമായിട്ടുള്ള കാര്യമാണ്. അങ്ങനെ സെക്സ് ഉണ്ടായി ആരെങ്കിലും പ്രഗ്നന്റ് ആയി കഴിഞ്ഞാൽ അവര് സമൂഹത്തിൽ നിന്ന് തന്നെ ഒറ്റപ്പെടും. ഇപ്പൊ അങ്ങനെയാണോ? ന്യൂജൻ അങ്ങനെയല്ല. ന്യൂജന് വേറൊരു കാര്യമുണ്ട്. ന്യൂജൻ എന്ന് പറഞ്ഞാൽ ഇപ്പം പരസ്പരം ഇഷ്ടപ്രകാരമാണ് അവര് റോഡിൽ നിന്നും സെക്സ് ചെയ്യുന്നതിന് അവർക്കൊരു പ്രശ്നമല്ല. അതിനുശേഷം അവർക്ക് പറ്റുന്നില്ല എന്ന് കണ്ടാൽ അവർ പോവുകയും ചെയ്യും. കല്യാണത്തിന്റെ കാര്യം തന്നെ നിന്റെ എക്സ് പോകുന്നു എന്ന രീതിയിലാണ് അവർ പറയുന്നത്. അത് മാത്രമല്ല, അവർ ഉപയോഗിക്കുന്ന വേർഡ്സ് ഒക്കെ ഭയങ്കര തമാശയായിട്ടുള്ള വേർഡ്സ് ആണ്. അത് എന്താണ് ബെഞ്ചിങ്? ഇപ്പൊ മറിമായ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ടല്ലോ, അതിൽ എന്താണ് ബെഞ്ചിങ്? ഒരു കുട്ടീനോട് ചോദിക്കുകയാണ്. ബെഞ്ചിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഞാനിപ്പോൾ ഒരാളെ പ്രണയിച്ചുകൊണ്ടിരിക്കുകയാണ്, അത് ഫെയർ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണെങ്കിൽ ഒരുത്തൻ എന്നോട് പ്രണയം പറഞ്ഞ് നിൽക്കുന്നുണ്ട്, അയാളെ ക്യൂവിൽ നിർത്തുന്ന പരിപാടിയാണ് ഈ ബെഞ്ചിങ് എന്ന് പറയുന്നത്. മനസ്സിലായ? അപ്പൊ ബെഞ്ചിങ് ലിസ്റ്റിൽ നിൽക്കുന്ന ആളാണ്. അപ്പൊ ഒരേ സമയം പല ആളുകളെയും പ്രണയിക്കുകയാണ്. ഇനി സെക്സ് തന്നെ അതൊരു തെറ്റാണെന്ന് ഇവർ ആരും തന്നെ കണക്കാക്കുന്നില്ല, പണ്ട് കണക്കാക്കിയ പോലെ. അപ്പോൾ സെക്സ് ചെയ്യുന്നു, ചിലപ്പോൾ അതിൽ പ്രഗ്നന്റ് ആവാം, ചില സമയം അത് പ്രഗ്നന്റ് ആകാതിരിക്കാനുള്ള ഒരുപാട് വഴികൾ അവർക്കറിയാം. അപ്പോൾ പണ്ട് ഇതൊരു ഭയങ്കര പരിശുദ്ധി എന്ന നിലയിലാണ് കണ്ടിരുന്നത് ഈ സെക്സ് എന്ന് പറയുന്നത്, ചാരിത്രം. ഇന്ന് ഈ ചാരിത്രം എന്ന സംഭവം ന്യൂ ജനറേഷനിൽ ഇല്ല. അപ്പോൾ ഒരാളുമായി സൗഹൃദത്തിലാകുന്നു. അത് പ്രത്യേകിച്ച് പുരുഷന്മാർ ആ സന്ദർഭങ്ങളെ ഉപയോഗിച്ച് അവരുടെ സെക്ഷൽ താല്പര്യത്തിന് ഉപയോഗിക്കും. പുരുഷന്മാർക്ക് ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ പ്രണയം എന്ന് പറയുന്നത് പണ്ടത്തെ വേണുനാഗവള്ളിയുടെ പ്രണയമേ ഇല്ല. ആത്മാർത്ഥമായ രീതിയിൽ ഇവളെ തന്നെ കെട്ടുള്ളൂ, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞു കൊടുക്കുന്ന, അല്ലെങ്കിൽ സ്ത്രീകൾ അങ്ങനെ നടക്കുന്ന ഒരു കാലമല്ല. ഇപ്പൊ അങ്ങനെ നിരാശ കാമുകന്മാരും നിരാശ കാമുകിമാരും ഇല്ല. ഇപ്പൊ ഈ പ്രണയം തന്നെ ഇപ്പൊ ബെഞ്ചിങ്ങിലുള്ള ആളുകളുണ്ടല്ലോ, അത് പറയുന്നുമുണ്ട്. പരസ്പരം പറയാം, ഞാൻ ഇവനായിട്ട് പ്രണയത്തിലാണ് എന്ന് ഞാൻ പ്രണയിച്ചുകൊണ്ടിരിക്കുന്നവരോട് തന്നെ പറയും, ഞാൻ ഇയാളായിട്ട് പ്രണയത്തിലാണ് എന്ന് പറയാൻ. അത്രയ്ക്കൊക്കെ സമൂഹത്തിൽ മാറ്റം ഉണ്ടായതിന് ശേഷം രണ്ടു കൂട്ടർ പരസ്പരം സന്തോഷമായിട്ടിരിക്കുന്ന സമയത്ത് സെക്സ് ഉണ്ടായതിന് ശേഷം ഇത് റേപ്പാണെന്നുള്ള രീതിയിലേക്ക് കൊടുക്കുക എന്ന് പറയുമ്പോൾ രണ്ട് കാര്യങ്ങൾ അതിൽ പ്രധാനമാണ്. ഒന്ന്, വിവാഹ വാഗ്ദാനം നൽകിയാണ് ഈ സെക്സിൽ ഏർപ്പെടുന്നതെങ്കിൽ അത് കുറ്റകരമാണ്. അതിനുശേഷം വിവാഹത്തിൽ നിന്ന് പിന്മാറിയാൽ അപ്പോൾ അത് 376(2)N വരും, പഴയ CRPCയുടെ, അല്ലെങ്കിൽ 496 വരും. അതായത് വിവാഹം തന്നെ കൃത്രിമമായി നടത്തി ഈ പെൺകുട്ടീനെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്ത അതും തെറ്റാണ്. അതേസമയം പരസ്പരം സമ്മതിച്ച് വിവാഹമൊന്നും വേണ്ട എന്ന് പറഞ്ഞിട്ട് രണ്ടുപേരും ഇഷ്ടത്തിന് സെക്സിൽ ഏർപ്പെട്ടതിന് ശേഷം മറ്റാളെ പറയുന്നതിൽ യാതൊരു തരത്തിലുള്ള നിയമസാധ്യതയുമില്ല, യാതൊരു തരത്തിലുള്ള എത്തിക്കൽ വിഷയങ്ങളുമില്ല, മൊറാലിറ്റിയുടെ വിഷയവുമില്ല.
അപ്പോൾ ഈ വേടനെ പോലെയൊക്കെയുള്ള ആളുകളെ വേടൻ ഇപ്പോൾ ഉള്ളൊരു വിഷയം എന്താ വെച്ചാൽ വേടൻ ഒരു സവർണ മേധാവിത്വത്തിനെതിരായിട്ടുള്ള വലിയ രീതിയിലുള്ള അറ്റാക്ക് നടത്തിയ ഒരാളാണ്. അത് വേടനെ പലതരത്തിലുള്ള കേസുകളിൽ കൊടുക്കുന്ന രീതിയിലേക്ക് മാറി വേടനെ തകർക്കുക എന്ന് പറയുന്ന ഒരു രീതി നിലവിൽ വന്നിട്ടുണ്ട്. അപ്പോൾ അത് ഇനി എത്ര കേസുകൾ ഇതുപോലെ വരുന്നില്ല. ആ കേസുകളിലൊക്കെ ശരിയുണ്ടോ തെറ്റുണ്ടോ എന്നുള്ളത് നിയമപരമായി പരിശോധിക്കപ്പെടേണ്ട കാര്യം തന്നെയാണ്. ഇപ്പോൾ മുകേഷിനെതിരെ പരാതി പറഞ്ഞ ആ പെൺകുട്ടി എന്താണ് ഇപ്പോൾ അറസ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുകയാണ്. മനസ്സിലായില്ലേ? അപ്പം ഈ ആരോപണങ്ങൾ ഉന്നയിക്കുന്ന കാര്യങ്ങളിൽ ശരിയുണ്ടോ എന്ന് പോലീസ് പരിശോധിക്കപ്പെടേണ്ടത് കൂടിയാണ്. അപ്പം അതിൽ സ്ത്രീകൾക്ക് അതേസമയം നിരപരാധികളായിട്ടുള്ള സത്യസന്ധമായിട്ട് വിശ്വസിച്ച് ആ പ്രണയത്തിൽ വീണ് ഉള്ള സ്ത്രീകളെ സംബന്ധിച്ച് അവരെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിന് ശിക്ഷ കർശനമാക്കുകയും അതൊക്കെ അന്വേഷണത്തിലാണല്ലോ തെളിയുന്നത്. അപ്പൊ അതാണ് ഇതിൽ ഏറ്റവും പ്രധാനമായും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം. ഇപ്പൊ വേടനെതിരെ എത്ര പേരാണ് പറഞ്ഞിരിക്കുന്നത്? ഇന്നിപ്പോ കോൺഗ്രസ് നേതാവിനെതിരെ വന്നിരിക്കുന്നത് എത്ര പേരാണ് വരുന്നത്? അപ്പൊ രണ്ട് കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇദ്ദേഹം ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിൽ അത് തെറ്റ് തന്നെയാണ്. പക്ഷെ ഒപ്പം തന്നെ ഇദ്ദേഹത്തിനെതിരെ കളവായിട്ടുള്ളതാണോ ഈ പരാതികൾ വരുന്നത്? കുറെ കാലത്തിന് ശേഷം പരാതിയുമായി കുറെ കാലങ്ങൾക്ക് ശേഷം, അതായത് അന്ന് പ്രണയിക്കുന്ന സമയത്തൊന്നും ഇത്ര ഫിഗർ ആയിരുന്നില്ല. അപ്പൊ ആ സമയത്ത് പ്രണയിച്ചു, ഇപ്പൊ അയാൾ ഫിഗറായി മാറുമ്പോ എനിക്ക് അയാൾ കിട്ടിയാൽ കൊള്ളാം എന്ന് വിചാരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. അപ്പൊ അത് കഴിഞ്ഞ് ഇയാള് എന്നെ പണ്ട് 6 വർഷം മുന്നേ അല്ലെങ്കിൽ 4 വർഷം മുന്നേ ഇയാൾ എന്നെ സെക്ഷലി എക്സ്പ്ലോയിറ്റ് ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് വരുന്ന. അപ്പൊ ഇതിലൊരു പ്രധാനപ്പെട്ട കാര്യം കോടതി പറഞ്ഞിട്ടുണ്ട്, ഈ സമയം വൈകുന്നതുമായി ബന്ധപ്പെട്ട് അതൊരു സ്ത്രീയെ സംബന്ധിച്ച് റീസണബിൾ എക്സ്ക്യൂസ് ഉണ്ടാവും. ഒരു സെക്ഷൽ റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് ഇപ്പം മാരേജ് കഴിക്കാമെന്നൊക്കെ പറഞ്ഞ് റിലേഷൻഷിപ്പിൽ ഏർപ്പെട്ട് അയാൾ വഞ്ചിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ഇവരുടെ സമ്മതമില്ലാതെ, അതിൽ ഏറ്റവും പ്രധാനതാണ് സമ്മതമില്ലാതെ എന്ന് പറയുന്നതാണ്. സമ്മതമില്ലാതെ ഏതെങ്കിലും തരത്തിലുള്ള എക്സ്പ്ലോയിറ്റേഷൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇത് അവർക്ക് ഭയങ്കര മെന്റൽ ട്രോമയായിരിക്കും. ഇത് പുറത്തു പറയാൻ തന്നെ പ്രശ്നമായിരിക്കും. കാരണം സമൂഹത്തിൽ എങ്ങനെ ഈ ഒരു പരാതി കൊടുത്താൽ പിന്നെ അത് സമൂഹം അറിയും, പോലീസുകാരറിയും, ബന്ധുക്കൾ അറിയും, കൂട്ടത്തിലുള്ള ആളുകൾ ചിലപ്പോൾ അവർ മാരീഡ് ആയിരിക്കും, അല്ലെങ്കിൽ തന്നെ കുടുംബ ബന്ധങ്ങൾ ഭയങ്കരമായിട്ടുള്ള ഛിദ്രം ഉണ്ടാവാവുന്ന ഒരു വിഷയമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ഈ പരാതി കൊടുക്കണോ വേണ്ടയോ എന്ന് പറയുന്നത് തന്നെ അവരെ മെന്റലി ഭയങ്കരമായിട്ടുള്ള പിന്നെ ഏതെങ്കിലും ഡോക്ടറെയൊക്കെ കണ്ട് ഒരു മെന്റൽ സ്റ്റെബിലിറ്റി ആയതിനു ശേഷമായിരിക്കും അവരൊരു പരാതിയിലേക്കും കാര്യങ്ങളിലേക്കൊക്കെ പോകുന്നത്. അപ്പൊ ഇതൊരു വളരെ സൂക്ഷ്മമായി പരിശോധിക്കപ്പെടേണ്ട, ഇന്നത്തെ കാലത്ത് ഒരാൾക്കെതിരെ കേസെടുക്കുന്ന സമയത്ത് പരിശോധിക്കപ്പെടേണ്ട ഒരു കാര്യമാണ്. പക്ഷെ അതിൽ ജെന്യുവിൻ ആയിട്ടുള്ള കേസുകൾ, ഇതിപ്പോൾ 498 സംഭവിക്കുന്ന ഒരു വിഷയമാണ്. അത് ഗാർഹിക പീഡനങ്ങളിൽ എത്ര ഗാർഹിക പീഡന മരണങ്ങളാണ് നമ്മുടെ കേരളത്തിൽ ഇപ്പോൾ നടന്നിരിക്കുന്നത്. അതായത് പരാതിയുമായി ചെല്ലുമ്പോൾ പോലീസുകാർ ഇപ്പോൾ കേസെടുക്കണില്ല. അത് നമ്മുടെ നിയമപരിഷ്കാര കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് ഇത് ദുരുപയോഗം ചെയ്യുന്നു എന്ന് വന്നതുകൊണ്ടാണ്. അപ്പൊ ഇതിൻ്റെയൊക്കെ റിസൾട്ട് എന്ന് പറയുന്നത് ജെന്യുവിൻ ആയിട്ടുള്ള ആളുകൾക്ക് നീതി കിട്ടാതെ പോകുന്നു എന്ന് പറയുന്നതാണ്.